അല്ലാഹു പറയുന്നു നീ സ്മരിക്കേണ്ടത് എന്നെ കുറിച്ചിട്ടാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുവേ സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ. അൽഹംദുലില്ലാഹ് സർവസ്തുതിയും സർവസ്തുതി വചനങ്ങളും നിനക്കാണ് തമ്പുരാനെ. കാരണം എന്തെന്നറിയുമോ? ഞാൻ നിന്നെ സ്തുതിക്കുന്നത് വെറുതെയല്ല. ഞാൻ നിന്നെ സ്തുതിക്കുന്നത് എന്റെ വെറുതെ ഒരു അധര വ്യായാമമല്ല. എന്തുകൊണ്ടാണ് നിന്നെ ഞാൻ സ്തുതിക്കുന്നതെന്നറിയുമോ? റബ്ബിൽ ആലമീൻ സർവലോകങ്ങളുടെയും രക്ഷിതാവ് നീയാണ് തമ്പുരാനെ. നീയില്ലാതൊരു രക്ഷിതാവില്ല, നീയല്ലാതൊരു ഖാലിക്കില്ല, നീയല്ലാതൊരു റാസിക്കില്ല, നീയല്ലാതൊരു മാലിക്കില്ല. എല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്ന തമ്പുരാനെ. ഈ കാണുന്ന അഖില ലോക ബ്രഹ്മാണ്ട കടാകത്തെ മുഴുവനും അല്ലാഹുവേ വെറും 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ച തമ്പുരാനെ. അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ഫീ 6 അയ്യാം. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ പരിമിതമായ 6 ദിവസങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ചത്തിനൊരു മേൽക്കൂര പോലെ പരന്ന് പ്രവിശാലമായി കിടക്കുന്ന ഈ ഗഗനലോകത്തെ സിദ്ധിച്ച തമ്പുരാൻ. ആ ഗഗനലോകത്തിന്റെ താഴ്ഭാഗത്ത് സർവ്വ മനുഷ്യനും കളിത്തൊട്ടിൽ പോലെ ആടിക്കിടക്കുന്ന ഈ ഭൂമിയെ പരവതാനി പോലെ വിരിച്ച തമ്പുരാൻ. അതിനെ മാത്രമല്ല വമാ ബൈനഹുമാ ആകാശഭൂമികളുടെ ഇടയിലുള്ള സർവ്വ വസ്തുക്കളെയും ആകാശമല്ല ഭൂമിയല്ല അതിന്റെ ഇടയിലുള്ള എല്ലാ വസ്തുക്കളും ഉണ്ടല്ലോ. ഈ നീലാകാശത്തിൽ തത്തിക്കളിക്കുന്ന ചന്ദ്രഗോളത്തെ, ഈ കാണുന്ന കത്തിജ്വലിക്കുന്ന സൂര്യനെ, നെബൂലകളെ, താരാപഥങ്ങളെ, ഉൽക്കകളെ, ക്ഷീരപഥങ്ങളെ, ഇതിന്റെ ഇടയിലൂടെ പറന്നു പോകുന്ന കൊച്ചു പറവാദികളെ, ഈ മാമരങ്ങളെ, ഈ മാമയിലുകളെ, ഈ മഹാമേരികളെ എല്ലാം സൃഷ്ടിച്ചു പരിപാലിച്ച തമ്പുരാൻ. അതിന്റെ ഇടയിലൂടെ കറുകരുത്ത കരിമ്പാറ കെട്ടിന്റെ ഉള്ളിലൂടെ നടന്നു പോകുന്ന കൊച്ചു കട്ടുറുമ്പിനെ, തിരറിയടിക്കുന്ന തിരമാലകളുടെ ഇടയിലൂടെ ഊളിയിട്ട് പോകുന്ന കൊച്ചു പരൽ മത്സ്യങ്ങളെ, ഈ കൈ തിന്നം കളിക്കുന്ന കാട്ടാനകളെ, നിബിഡവനങ്ങളിലൂടെ നടന്നു പോകുന്ന ചിഹ്നം വിളിക്കുന്ന കാട്ടാനകളെ എന്ന് വേണ്ട ആകാശഭൂമിയുടെ ഇടയിലുള്ള സർവ്വതിനെയും, തരുക്കളെയും താരകങ്ങളെയും സർവ്വതിനെയും സൃഷ്ടിച്ച തമ്പുരാനെ. അൽഹംദുലില്ലാഹ് സർവസ്തുതിയും നിനക്കാണ് അല്ലാഹുവേ. എന്റെ ജീവിതത്തിൽ നിന്നെ ഓർക്കാതിരിക്കാൻ കഴിയുമോ? കത്തിജ്വലിച്ചു നിൽക്കുന്ന പട്ടാപ്പകൽ പോലെ ചുറ്റുമൂലമുജുമാ മസ്ജിദിൽ പോയി ലോഹർ നമസ്കാരത്തിന് കൈകെട്ടുമ്പോ മരം കോച്ചുന്ന മാമരങ്ങളുടെ നടുവിൽ മരം കോച്ചുന്ന തണുപ്പത്ത് മഹനീയമായ മനസാന്നിധ്യത്തിന് വേണ്ടി മസ്ജിദിന്റെ നടുവിലോട്ട് കടന്നു ചെന്ന് സുബഹി നമസ്കാരത്തിന് കുളിരുന്ന പകലിൽ കൈകെട്ടി നിൽക്കുമ്പോഴും വേർത്തൊലിച്ചു നിൽക്കുന്ന സന്ധ്യാസമയത്ത് മഗ്രിബിന് കൈകെട്ടി കിടക്കുമ്പോഴും കണ്ണുകളിലേക്ക് നിദ്ര തടികി വരുന്ന ഇശായിന്റെ രാത്രി നമസ്കാരത്തിന് കൈകെട്ടുമ്പോഴും അല്ലാഹുവിനോട് ഒരു ദിവസം ആവർത്തിച്ച് പറയുന്ന തൗഹീദിന്റെ മന്ത്രമേതാ? അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ. എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ, എന്റെ അടക്കങ്ങളിൽ, എന്റെ അനക്കങ്ങളിൽ, എന്റെ ചേട്ടകളിൽ, എന്റെ നിശ്ചേട്ടകളിൽ, എന്റെ വികാരങ്ങളിൽ, എന്റെ വിചാരങ്ങളിൽ, എന്റെ കിടപ്പുകളിൽ, എന്റെ ഇരുപ്പുകളിൽ, എന്റെ നിശ്വാസങ്ങളിൽ, എന്റെ ആശ്വാസങ്ങളിൽ, അല്ലാഹുവേ സർവ്വമേഖലകളിലും അത് എപ്പോഴൊക്കെയാകട്ടെ, എന്റെ വ്യതകളിലാകട്ടെ, എന്റെ ശ്രദ്ധകളിലാകട്ടെ, എന്റെ ആവലാദികളിലാകട്ടെ, എന്റെ വേവലാദികളാകട്ടെ, എന്റെ ആദിയും എന്റെ വ്യാധിയും എന്റെ ആവലാദിയും എന്റെ വേവലാദിയും, എന്റെ വ്യതകളും എന്റെ ശ്രദ്ധകളും എന്റെ വൈഷമ്യങ്ങളും എന്റെ വൈക്ലഭ്യങ്ങളും എന്റെ വൈതരണികളും, അല്ലാഹുവേ എന്റെ സന്തോഷങ്ങളിലും എന്റെ സന്താപങ്ങളിലും എന്റെ സുഖങ്ങളിലും എന്റെ ദുഃഖങ്ങളിലും പടച്ച തമ്പുരാനെ, ഇലാഹായ തമ്പുരാനെ, ഒരു നിമിഷമെങ്കിലും ജീവവായു നഷ്ടപ്പെട്ടു പോയാലും നിന്നെ കുറിച്ച് മറക്കാൻ കഴിയുമോ? നിന്നെ നിരാകരിക്കാൻ കഴിയുമോ? അല്ലാഹുവിനെ മാറ്റി നിർത്താൻ കഴിയുമോ? ചുണ്ടുകളിലും മനസ്സുകളിലും ഒരേപോലെ തത്തിക്കളിക്കേണ്ട അല്ലാഹുവിന്റെ സ്മരണയാണ് ഏറ്റവും വലിയ തൗഹീദെന്ന് ലോകത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നതാരെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ റബ്ബിനെ ഓർക്കണേ. ഖുർആൻ ഓതാൻ തുടങ്ങിയാൽ ആദ്യം റബ്ബിനെ കുറിച്ച് പറയണേ. ആ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹയിലെ തൗഹീദിന്റെ മന്ത്രം നമ്മോട് പറയാൻ പഠിപ്പിച്ചിട്ട് സൂറത്തുൽ ബഖറയിലോട്ട് വരുമ്പോൾ പഠിപ്പിക്കുന്നത് എന്താ? അലിഫ് ലാം
ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ രണ്ടാമത്തെ സൂറത്ത് തുടങ്ങുന്നു സൂറത്തുൽ ബഖറ. അലിഫ് ലാം മീം. ഈ മൂന്നക്ഷരത്തിന്റെ അർത്ഥം അല്ലാഹുവേ, അല്ലാഹുവേ നിനക്കല്ലാതെ മറ്റാർക്കും അറിയില്ല, ഞാൻ അംഗീകരിക്കുന്ന തമ്പുരാനെ. സഹോദരങ്ങളെ, ഈ അക്ഷരത്തിന് പൂർണ്ണ വ്യാഖ്യാനം പറയാൻ ഇതേവരെ ലോകം കണ്ട പണ്ഡിത പടുക്കൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല. അല്ലാഹു അഅലമു ബിമുറാദിഹി ബിദാലിക. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് റബ്ബിനെ അറിയൂ. ഈ ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ കഴിഞ്ഞേക്കാം, എല്ലാം കണ്ടുപിടിക്കാൻ കഴിഞ്ഞേക്കാം. ജനിതക കോഡിന്റെ രഹസ്യ കോഡ് പോലും ഡാവിഞ്ചിയുടെ ജനിതക കോഡിന്റെ രഹസ്യം കണ്ടുപിടിച്ചേക്കാം. ഡാവിഞ്ചിയുടെ ജനിതക കോഡിന്റെ രഹസ്യം കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞന്മാര് കണ്ടുപിടിച്ചപ്പോ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ പറഞ്ഞത് എന്തെന്നറിയുമോ? ആരും കണ്ടുപിടിക്കാത്ത ഡാവിഞ്ചിയുടെ ജനിതക കോഡിന്റെ രഹസ്യം കണ്ടുപിടിച്ചപ്പോ അന്ന് വൈറ്റ് ഹൗസിന്റെ നടുവിലിരുന്നിട്ട് ബിൽ ക്ലിന്റൺ പറഞ്ഞത് എന്തെന്നറിയുമോ? ദൈവത്തിന്റെ രഹസ്യ ഭാഷ പലതും മനുഷ്യൻ കാണാൻ തുടങ്ങി. ദൈവത്തിന്റെ രഹസ്യ ഭാഷ വായിക്കാൻ മനുഷ്യനെ കഴിയാൻ തുടങ്ങി. ഇനി ദൈവം ഒളിപ്പിച്ചു വെച്ച പലതും ഞങ്ങൾ കണ്ടുപിടിക്കുമെന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇല്ലടാ നിനക്ക് കഴിയില്ല. ഇതിന്റെ വ്യാഖ്യാനം പറയാൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും കഴിയില്ലെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ നിവർത്തിയാല് തൗഹീദിന്റെ മന്ത്രമായുമോ? പിന്നീട് ആല ഇമ്രാൻ വരുമ്പോ, സൂറത്തുൽ നിസാ വരുമ്പോ, സൂറത്തുൽ മായിദ വരുമ്പോ, മായിദ കടന്ന് അഹ്റാഫ് കടന്ന് അൻആം കടന്ന് യൂനുസ് കടന്ന് ഹിജ്ർ കടന്ന് ഇബ്രാഹിം കടന്ന് അങ്കബൂത്ത് കടന്ന് അഹ്സാബ് കടന്ന് കലം കടന്ന് അലക്ക് കടന്ന് 114ാമത്തെ അധ്യായത്തിലെത്തുമ്പോഴും അല്ലാഹുവിന്റെ ഖുർആൻ സമാപിക്കുന്നത് എങ്ങനെയാ? ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിനശ് ശർരിൽ വസ്വാസിൽ ഖന്നാസ്. സർവജനങ്ങളുടെയും റബ്ബിനെ കൊണ്ടിട്ട് നീ കാവലിനെ തോന്നിക്കുന്നു അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇതിനേക്കാളും വലിയ തൗഹീദ് എന്താ ഉള്ളത്? അല്ലാഹുവിന്റെ ഖുർആൻ ആദ്യത്തെ ആയത്തിൽ പഠിപ്പിച്ചു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹനെ പഠിക്കീൻ. ഏറ്റവും അവസാനത്തെ ആയത്ത് അവസാനിപ്പിച്ചത് എങ്ങനെയാ? ഖുൽ അഊദു ബിറബ്ബിന്നാസ്. സർവജനങ്ങളുടെയും റബ്ബ്, ഒരാളുടെ മാത്രമല്ല, എല്ലാ ജനങ്ങളുടെയും റബ്ബ്. ഒരു ചെറിയ പറപ്പറപ്പുണ്ട്, ഒന്നുകൂടി ഒന്ന് ശരിയാക്കി ഇരിക്കട്ടെ. നല്ല എക്കോയൊക്കെ വെക്ക്. ഷെയ്ഹുനാന്ന് പറഞ്ഞാൽ ഹുന 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 എന്ന് കേൾക്കണം. പിന്നല്ല, ഏതായാലും റാഹത്താണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ എൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ യാത്ര ചെയ്തു വന്നുകൊണ്ട് കാറ്റടിച്ചതിൻ്റെ ഒരു പ്രശ്നം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എല്ലാവരും കേൾക്കണം, എല്ലാവരും കേൾക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് അല്ലാഹുവിനെ പഠിക്കാൻ ലോകത്ത് ആദ്യമായി നമ്മോട് പറഞ്ഞത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ്. ഖുർആനിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ, അല്ലാഹുവിന്റെ ഖുർആന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുറിച്ച് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് കേൾക്കുക. ഫദ്കുറൂനി, നിങ്ങൾ എന്നെ ഓർക്കീൻ, അത് കുറുക്കും നിങ്ങളെ ഞാനും ഓർക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ അള്ളാനെ ഓർക്കുന്നത് ഏതൊക്കെ സമയത്താ നമ്മൾ അള്ളാനെ ഓർക്കുന്നത്? അള്ളാഹുവിന്റെ തിരിച്ചുള്ള വാഗ്ദാനം എന്താ? നിങ്ങൾ ഓർക്കീൻ, നിങ്ങളെ ഞാൻ ഓർക്കാം. നമുക്ക് വൺ വേ ആണ്. നമ്മൾ എപ്പോഴും പറയണം അള്ളാഹ് എന്റെ കാര്യം ഓർക്കുന്നില്ല. നമ്മൾ അള്ളാനെ എത്രത്തോളം ഓർക്കുന്നുണ്ട്? 24 മണിക്കൂറിന്റെ ഉള്ളിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 25 മിനിറ്റ്, അത് തന്നെ അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയൊക്കെ വളരെ വിരളമാണ്, നിസ്കാരത്തിലാണെങ്കിൽ പോലും. അള്ളാഹുവിനെ നമ്മൾ ജീവിതത്തിൽ ഓർക്കുന്ന ഏതൊക്കെ ഭാഗങ്ങളിലാ? ഇല്ല. യഥാർത്ഥ തൗഹീദ് അറിയണമെങ്കിൽ ആ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, ചിന്ത എവിടെയൊക്കെ ഉണ്ടാകണമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ആകാശമോ ഭൂമിയോ ശാസ്ത്രമോ ഒന്നുമല്ല. നമ്മുടെ ജീവിതത്തിന്റെ നിത്യജീവിതത്തിൽ നാം അനുഭവിക്കുന്ന കാര്യങ്ങളിൽ അള്ളാഹുവിനെ നാം എങ്ങനെയാണ് സമീപിക്കുന്നത്? അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത എന്താ? നമ്മൾ അള്ളാഹിനെ ഓർക്കുന്നത് എങ്ങനെയാ? ഒരാളെ കാണുമ്പോൾ നമ്മൾ ചോദിക്കും അസുഖമൊക്കെ എങ്ങനെയുണ്ട്?
എന്തു പറയാനാ എൻ്റെ പൊന്നുസ്താദെ, അസുഖമൊക്കെ വന്നിട്ട് അമൃതയിൽ പോയി ചികിത്സിച്ചു, കുറവില്ല. ചെന്നൈ അപ്പോളോയിൽ പോയി, കുറവില്ല. അമൃതയിൽ വന്നു, കുറവില്ല. അവിടെ നിന്ന് പിന്നെ തിരുവനന്തപുരം കിംസിൽ ചികിത്സിച്ചു. കുറെ പൈസ പോയതല്ലാതെ ഒരു കുറവുമില്ല. അവസാനം എല്ലായിടത്തും ചികിത്സിച്ചു, ഒരു കുറവുമില്ല. ഇപ്പം നാട്ടിലെ ഒരു നാട്ടുവൈദ്യന്റെ ചികിത്സയിലാണ്. അതിനും വലിയ കുറവൊന്നുമില്ല. ഇനിയിപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, ഇനിയുള്ള കാര്യം അള്ളാഹ് നോക്കട്ടെ. നമ്മൾ അള്ളാനെ ഓർക്കുന്ന എപ്പോഴാ? ലോകത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം. അള്ളാഹ് നാട്ടുവൈദ്യം ചികിത്സിച്ചിട്ട് ഒരു ശിഫായും ഇല്ല. ഇനിയിപ്പോൾ എന്തേ ഉള്ളൂ? ഇനിയിപ്പോൾ അള്ളാഹേ ഉള്ളൂ ബാക്കി. എൻ്റെ പൊന്നു സഹോദര, നാട്ടിലെ നാട്ടുവൈദ്യനേക്കാൾ താഴെയാണോ അള്ളാഹ്? അല്ല, യഥാർത്ഥത്തിലൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഒരു രോഗം വന്നാൽ എല്ലാവരും കൈവിട്ട് കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും അവസാനം നമ്മൾ ചിന്തിക്കും, ഇനിയിപ്പോൾ അള്ളാനെ ഏൽപ്പിക്കുക, അള്ളാനോട് പറയാം, അതല്ലാതെ വേറൊരു വഴിയില്ല. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ ഒരു സുഖം വരുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ എത്രത്തോളം ചിന്തിക്കുന്നു? നമ്മുടെ ജീവിതത്തിൽ ആ സുഖത്തിന് പകരം ഒരു ദുഃഖം വരുമ്പോ ആ ജീവിതത്തിന്റെ സുഖദുഃഖങ്ങളിൽ അള്ളാഹുവിനോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുക? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ജീവിതത്തിൽ വല്ലാതെ പരീക്ഷിക്കപ്പെട്ട ഒരു പ്രവാചകന്റെ സംഭവം പറയുന്നു. വിശുദ്ധമായ ഖുർആൻ സൂറത്ത് സ്വാദ് ഒന്ന് നന്നായി കേൾക്കുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറെ അറിയാനുള്ള, നമുക്ക് ഏറെ പഠിക്കാനുള്ള, അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിനെ കുറിച്ച് അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത് കേൾക്കുക. وَاذْكُرْ عَبْدَنَا أَيُّوبَ إِذْ نَادَىٰ رَبَّهُ أَنِّي مَسَّنِيَ الشَّيْطَانُ بِنُصْبٍ وَعَذَابٍ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വദ്കുർ അബ്ദനാ അയ്യൂബ്, എന്റെ അടിമയായ അയ്യൂബിനെ നിങ്ങളൊന്ന് സ്മരിക്കുമോ? അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം നിങ്ങളൊന്ന് ചിന്തിക്കുമോ? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം ഒന്ന് ചിന്തിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകനായ അയ്യൂബ് നബി ആ ജീവിതത്തിലൂടെ ഒന്ന് കടന്നു പോയാൽ നമ്മളും അള്ളാഹും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം എത്രത്തോളമാണ്? എവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ചിന്തകൾക്ക് ഭ്രംശം സംഭവിച്ചു പോയത്? അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിൽ എവിടെയാണ് പിഴവ് വന്നു പോയത്? ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ നാട്ടിലെ രാജാവായിരുന്നു അയ്യൂബ് നബി. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹം വാരിക്കോരി കൊടുത്ത പ്രവാചകനാണ് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ നാട്ടുകാരുടെ മുഴുവൻ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി സുന്ദരമായ ജീവിതത്തിന്റെ നടുവിൽ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സുഭിക്ഷതയിൽ കഴിയുകയാണ്. ധാരാളം സമ്പത്ത് കൊടുത്ത് അല്ലാഹു അനുഗ്രഹിച്ച പ്രവാചകനാണ്. ജീവിതത്തിന്റെ എല്ലാ നന്മകളും കൊടുത്ത പ്രവാചകനാണ്. എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു വാരിക്കോരി കൊടുത്ത പ്രവാചകനാണ് ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ നാട്ടുകാരുടെ മുഴുവൻ കണ്ണിലുണ്ണിയായി മാറിയ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബിക്ക് ധാരാളം അനുഗ്രഹങ്ങൾ കൊടുത്തു, ധാരാളം സമ്പത്ത്. ആ നാട്ടുകാരുടെ മുഴുവൻ കണ്ണിലുണ്ണിയായ സുന്ദരമായ വീട്ടിൽ താമസിച്ച അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു. എന്താ അവിടെ ഒരു പ്രശ്നം? എന്താ അത് കുഴപ്പമില്ല, പോട്ടെ, അവൻ വിട്ടേക്കും. ഫഖല്ലു സബീലഹു, നിങ്ങൾ ഇങ്ങോട്ട് വരി. ഞാൻ കഴിഞ്ഞ ആഴ്ച റാന്നീര് പോകാന്ന് പറഞ്ഞു. അവന് ലോട്ടറി ഹറാമാണ്. ഒരാളെ എൻ്റെ പൊന്നുസ്താദ് എൻ്റെ വയറ്റിൽ പഴപ്പ് മുട്ടിക്കരുത്, എൻ്റെ ലോട്ടറി കച്ചവടക്കാരന്. ഇനിയിപ്പോൾ അയാൾക്ക് വേണ്ടി വാത് പറയാൻ എനിക്ക് പറയാൻ പറ്റും? എന്നാൽ പിന്നെ മോട്ടെ, നിനക്ക് മാത്രം ഹലാലാണെന്ന് പറയാൻ പറ്റുമോ? കഴിയില്ലല്ല. ഞാൻ വാത് പറഞ്ഞോണ്ട് എനിക്ക് പരസ്യമായിട്ട് ഒരാൾ സ്റ്റേജിൽ നിന്ന് അറിയണ്ടോ? എൻ്റെ പൊന്നുസ്താദെ, അയാളൊരു ക്രൈസ്തവ സഹോദരനാണ്. ധാരാളം ആളുകൾ കേൾക്കാണ് പൊന്നുസ്താദെ അത് മാത്രം പറയരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഈ മധ്യഭാഗത്ത് നിന്നുണ്ടല്ലോ, പിന്നെ ഭയങ്കര പേടി അള്ളാനെ. അത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ കള്ള് കുടിച്ചു കഴിഞ്ഞാൽ അവൻ റോഡിൽ കൂടെ വന്നാൽ, പള്ളി കണ്ടാല് അപ്പുറത്ത് കാണുമ്പോഴേ ചെരുപ്പൂരി കൈ പിടിക്കും, മുണ്ടൊക്കെ അഴിച്ച് താഴെ ഇട്ട് അവിടെ അവൻ റുക്കൂയിലേ നടന്നു പോകും. എന്നാൽ അവന് സ്വബോധമുള്ള സമയത്താ പള്ളിയുടെ മുമ്പിൽ കൂടെ നടന്നു പോയാൽ മുണ്ടൊക്കെ അങ്ങ് തട്ടുപൊക്കി കൊടുക്കും. ഇനി പള്ളിയിലെ ഖത്തീബെങ്ങാനും അറിയാതെ പോട്ടിക്കോ എന്നാൽ ഇച്ചിരി കൂടെ പൊക്കി കാണിച്ചു കൊടുക്കും. ഇത് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പേടിയാണ്. അവിടെ എത്തിയാക്കാണ്ട്
കള്ളുകുടീനെ കണ്ടില്ലേ, പള്ളി കണ്ട ഭയങ്കര ആദരവാണ്. അതൊരു പ്രത്യേക സ്വഭാവമാണ്. ഏതായാലും പോട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ നന്മകൾ കേൾക്കുന്ന സമൂഹമായി അള്ളാഹു സ്വീകരിക്കട്ടെ. എൻ്റെ സഹോദരങ്ങൾ, നല്ല ഒരു സദസ്സ് അള്ളാഹു വിശുദ്ധമായ ഖുർആൻ അള്ളാഹു പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ പറയുന്നു ഖുർആൻ മാത്രമാണ് ഫി ലൗഹിൽ ഖുർആൻ. ഖുർആന്റെ വെളിച്ചത്തിലൂടെ, ഫി ദിലാലിൽ ഖുർആൻ, ഖുർആന്റെ തണലിലൂടെ നമ്മുടെ നിത്യജീവിതം അത് അള്ളാഹുമായിട്ട് എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു. നമ്മൾ എത്ര നന്ദിയുള്ളവരാണ് അള്ളാഹുവിനോട്. തൗഹീദ് എന്താണ് എന്ന് നമ്മുടെ നിത്യജീവിതത്തിന്റെ നിതാന്ത വേദനകളുടെ നടുവിൽ ഒരു നെരിപ്പോടായി പായി പോകുന്ന ജീവിതത്തിലൂടെ നടന്നു പോകുമ്പോൾ പലപ്പോഴും അള്ളാഹുവിനോടുള്ള അടിമകളായ നമ്മുടെ സമീപനം എങ്ങനെയാണെന്ന് അയ്യൂബ് നബിയുടെ ജീവിതത്തിലൂടെ പഠിക്കാം. ഖുർആൻ ധാരാളം സംഭവങ്ങൾ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. അള്ളാഹു ആരോഗ്യം നിലനിർത്തി തരുമാറാകട്ടെ. ഒരു പരിപാടി കഴിഞ്ഞൊരു 120 കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടം വരെ വന്നതിൻ്റെ വിഷമം എനിക്കുണ്ട്. എന്നാൽ നിങ്ങളൊന്ന് നന്നായിട്ട് സഹകരിച്ചാൽ അത് മറികടക്കാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ധാരാളം അനുഗ്രഹങ്ങളുണ്ട്. ധാരാളം സമ്പത്ത് അല്ലാഹു വാരിക്കോരി കൊടുത്തു. നാട്ടുകാരുടെ മുഴുവനും കണ്ണിലുണ്ണിയായിരുന്നു. ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു. ഇത് കേട്ടിട്ടത് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലാണ്. അയ്യൂബ് നബിക്ക് ധാരാളം ഉണ്ടെങ്കിൽ എന്നാൽ പിന്നെ എനിക്ക് ഒന്നുകൂടി ആകാമെന്ന് പറഞ്ഞ് നാളെ കോഴിക്കോട് ബാസിന്റെ കൈ കാണിക്കരുത്. അത് അന്നത്തെ ശരീഅത്തിന്റെ ആ കാലഘട്ടത്തിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. അപ്പൊ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയ്യൂബ് നബിക്ക് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നത് കൊണ്ട് ധാരാളം ഭാര്യമാരുണ്ടായിരുന്നുകൊണ്ട് അയ്യൂബ് നബിക്ക് ധാരാളം മക്കളുണ്ടായിരുന്നു. ധാരാളം മക്കൾ. അള്ളാഹു നമ്മുടെ മക്കളെ അള്ളാഹു സാലിഹ്യങ്ങളാക്കി തരട്ടെ. ധാരാളം മക്കളുണ്ടായിരുന്നു. അതൊരു വലിയ അനുഗ്രഹമാണ്. പക്ഷെ നമുക്ക് മക്കൾ വളരെ കുറവാണ്. കാരണം പണ്ടൊക്കെ എല്ലാം പേറായിരുന്നു, ഇപ്പം എല്ലാം കീറാണ്, സിസേറിയൻ. അതുകൊണ്ട് 2 3 ഒക്കെ പറ്റുള്ളൂ. ഇതാ ഗവൺമെന്റ് കോളേജിൽ എവിടെ ചേർത്തലയിലാണ്, ഇന്ന് രാവിലെ പത്രത്തിൽ കണ്ടില്ലേ, ഒരാഴ്ചക്കുള്ളിൽ എത്ര സിസേറിയൻ? ഒരു ദിവസം തന്നെ 11 സിസേറിയൻ. അത് വാശിക്കാണ് അവർ കീറണത്. ഒരു ഡോക്ടർ 2 എണ്ണം ചെയ്ത് ആ സമയം കൊണ്ട് ഞാൻ 3 എണ്ണം ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിന്റെ സാമൂഹിക അവസ്ഥ, ഓപ്പറേഷൻ ടേബിളിൽ മലർത്തിക്കിടക്കുന്ന മനുഷ്യജന്മത്തിനോട് പിടിവാശി കാണിക്കുന്ന വിവരമുണ്ടെന്ന് പറയുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ എന്തു പറയാനാ? നമ്മൾ കാണുന്നതല്ലേ, കശുമാവില് കായ്ച്ചു കിടക്കുന്ന ഈ പെരുവിരലിന്റെ, മനുഷ്യന്റെ പെരുവിരലിന്റെ വലിപ്പമില്ലാത്ത കശുവണ്ടിയുടെ വില പോലും മനുഷ്യനില്ല എന്ന ഒരു വലിയ സത്യത്തിന്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. എൻഡോസൾഫാൻ എന്ന മാരകമായ കീടനാശിനി മനുഷ്യജന്മത്തെ തകർത്തെറിയുമ്പോൾ കാസർഗോഡിലെ കശുമാവിന് വേണ്ടി തളിക്കുന്ന സാധനമാണ് എൻഡോസൾഫാൻ. ആ കശുമാവില് ഈ കശുവണ്ടി കായ്ക്കാൻ വേണ്ടിയാണല്ലോ ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ആ കശുവണ്ടിയുടെ വില പോലും മനുഷ്യന് കൽപ്പിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ദുരവസ്ഥയിലല്ലേ നമ്മൾ നിൽക്കുന്നത്. കശുമാവിനാണല്ലോ അവിടെ തളിക്കുന്നത്. ധാരാളം കശുമാവുണ്ട് ഇവിടെ. ഈ സ്ഥലത്തിന്റെ പേരെന്തോ? ചുറ്റുമൂല. 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 അത് ചുറ്റുമൂല ആയിരിക്കും. കശുവണ്ടിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനം മനുഷ്യനൊരു വിലയുമില്ല. സിസേറിയന് വേണ്ടി വരുന്ന മാതൃത്വത്തെ കീറിമുറിക്കുന്നു. MBBSന്റെ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്ത് കാര്യം? ഒരു മനുഷ്യന് അറിവുണ്ടായാൽ മാത്രം പോരാ, തിരിച്ചറിവും കൂടി ഉണ്ടാവണം. അറിവ് ആർക്കും കിട്ടും, തിരിച്ചറിവ് എല്ലാവർക്കും കിട്ടില്ല. ആ തിരിച്ചറിവുണ്ടാകണമെങ്കിൽ ഇതുപോലെയുള്ള ധാർമ്മികതയുടെ സ്വഭാവം വേണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. കുറച്ച് വിദ്യാഭ്യാസം ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് ലോകത്തൊന്നും നേടാൻ പറ്റൂല. കാരണം സ്കൂളിൽ പോയി പഠിച്ചാൽ, കോളേജിൽ പഠിച്ചാൽ ഫിസിക്സിന്റെ സാറ് പഠിപ്പിച്ചു തരും E=mc² എന്ന് പറഞ്ഞാൽ ദ്രവ്യ പരിവർത്തനത്തിലൂടെ ഊർജ്ജമുണ്ടാകും. 2 ദ്രവ്യങ്ങൾ കൂട്ടിച്ചേർത്തതിന് പരിവർത്തനം ഉണ്ടാക്കിയാൽ അതിലൂടെ ഊർജം കിട്ടുമെന്ന് സയൻസിന്റെ പ്രൊഫസർ പഠിപ്പിച്ചു തരും. പക്ഷേ ഊർജം കിട്ടുമെന്ന് വരെ അവർ പഠിപ്പിക്കുകയുള്ളൂ. ആ കിട്ടുന്ന ഊർജം നിന്റെ സഹോദരനെതിരെ ചെലവഴിക്കരുതെന്ന് പറയണമെങ്കിൽ ഈ ആത്മീയത വേണം, ഈ ഖുർആൻ വേണം. ബയോളജി പ്രകാരം സ്വന്തം ഭാര്യയിലുണ്ടാകുന്ന കുഞ്ഞും അന്യന്റെ ഭാര്യയിലുണ്ടാകുന്ന കുഞ്ഞും തമ്മിൽ ജീവശാസ്ത്രപരമായി ഒരു വ്യത്യാസവുമില്ല. പക്ഷെ സ്വന്തം ഭാര്യയിലുണ്ടാകുന്ന കുഞ്ഞ് നന്മയും അടുത്തവന്റെ ഭാര്യയിൽ നമുക്കുണ്ടാകുന്ന കുഞ്ഞ് തിന്മയുമാണെന്ന് പഠിപ്പിക്കണമെങ്കിൽ അതിന് ആത്മീയത വേണം, മതം വേണം, ഖുർആൻ വേണം. E=mc² എന്ന ദ്രവ്യപരിവർത്തന സിദ്ധാന്തത്തിലൂടെയാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വർഷിച്ചത് അമേരിക്ക. ആൽബർട്ട് ഐൻസ്റ്റീനാണ് ദ്രവ്യപരിവർത്തന സിദ്ധാന്തം കണ്ടുപിടിച്ചത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും കത്തിക്കരിഞ്ഞ് കിടക്കുന്ന ആയിരക്കണക്കിന് മൃതദേഹങ്ങളെ കണ്ടപ്പോൾ
ഞാൻ കണ്ടുപിടിച്ച ഒരു ആശയമാണല്ലോ ഇവരെ കൊന്നതെന്നോർത്തിട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ ഹിരോഷിമയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു എന്നാണ്. ദൈവമേ, അടുത്ത ജന്മത്തിൽ ഒരു ചെരുപ്പ് കുത്തിയായി ജനിച്ചാലും എനിക്കിനി ഒരു ശാസ്ത്രജ്ഞനായിട്ട് ജനിക്കണ്ടെന്ന് പൊട്ടിക്കരഞ്ഞു ആൽബർട്ട് ഐൻസ്റ്റീൻ ഹിരോഷിമയിലും നാഗസാക്കിയിലും മനുഷ്യർ വീഴുന്നത് കണ്ടിട്ട്. അതുകൊണ്ട് വിദ്യാഭ്യാസം, അറിവുണ്ടായാൽ പോരാ, തിരിച്ചറിവുണ്ടാകണം. ആ തിരിച്ചറിവിന്റെ സദസ്സാണിത്. അള്ളാഹു നമുക്ക് തിരിച്ചറിവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ധാരാളം മക്കളും ഉണ്ടായിരുന്നു, ധാരാളം സമ്പത്ത്, ധാരാളം ഭാര്യമാർ. അവരോടൊപ്പം തന്നെ കൊട്ടാര സമാനമായ വീടിന്റെ നടുവിൽ, സാഹചര്യത്തിന്റെ നടുവിൽ കാണാൻ സൗകുമാര്യമുള്ള മക്കളുമായി അരോഗദൃഢഗാത്രനായി അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു പരീക്ഷണം നൽകി. ആ പരീക്ഷണം വരുമ്പോഴാണല്ലോ പലപ്പോഴും നമ്മൾ അള്ളാഹുവിനെ മറന്നു പോകുന്നത്. ജീവിതത്തിൽ എല്ലാവിധ നന്മകളുടെ പ്രവാഹത്തിന്റെ നടുവിൽ അല്ലാഹു അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു പരീക്ഷണം നൽകി. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മാരകമായ രോഗം ബാധിച്ചു. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മാരകമായ രോഗം ബാധിച്ചു. രോഗം ബാധിച്ച് ശരീരം മുഴുവനും വ്രണം വന്നിട്ടത് വല്ലാതെ പടുക്കാൻ തുടങ്ങി. വ്രണം മാറുന്നേയില്ല. ചരിത്രത്തിൽ കാണാം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാവും ഹൃദയവും അടിച്ചു ശരീരം മുഴുവനും പടുത്തു വിറങ്ങലിക്കാൻ തുടങ്ങി. ചികിത്സിച്ച് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ മുഴുവനും ഓരോരുത്തരായി മരിച്ചു വീഴാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സുഭിക്ഷതയുടെ നടുവിൽ നിന്ന് മാരകമായ പീഡനത്തിന്റെ പരീക്ഷണത്തിന്റെ നെരിപ്പോടിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോ മക്കൾ ഓരോരുത്തരായി മരിച്ചു കിടക്കുന്നത് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കാണേണ്ടി വന്നു. ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ട് ശരീരം മുഴുവനും പടുത്തു വിറങ്ങലിച്ച് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കിടപ്പാടം പോലും നഷ്ടപ്പെട്ടു. കിടപ്പാടമില്ലാത്ത, ആരോഗ്യമില്ലാത്ത, ജീവിതത്തിലൊന്നുമില്ലാത്ത ഭർത്താവിന് എന്തിന് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യമാർ ഓരോരുത്തരായി അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൈയൊടിഞ്ഞു. അവസാനം റഹ്മ എന്ന ഒരൊറ്റ ഭാര്യ മാത്രം അയ്യൂബ് നബിയുടെ കൂടെ നിന്നു എന്നാണ്. ആരോഗ്യമില്ലാത്ത ഭർത്താവ് എന്തിന്? സൗന്ദര്യമില്ലാത്ത ഭർത്താവ് എന്തിന്? സമ്പത്തില്ലാത്ത ഭർത്താവ് എന്തിന്? പിന്നെ ഭാര്യയ്ക്ക് ആവശ്യമില്ല, ഭാര്യയും പോയി. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും നമ്മളോട് സ്നേഹമുണ്ടാകുന്ന നമുക്ക് ആരോഗ്യമുള്ളപ്പോഴാണ്, നമുക്ക് സൗന്ദര്യമുള്ളപ്പോഴാണ്. വൈകുന്നേരം വരുന്ന പിതാവിനെയും കാത്തുകൊണ്ട് മക്കൾ വാതിൽപ്പടിയിൽ കാത്തു നിൽക്കുന്നത് അവനറിയാം വരുന്ന പിതാവിന്റെ മടിയിൽ തനിക്കുള്ള പലഹാരമുണ്ടെന്ന്. ആ പലഹാരം വാങ്ങിക്കാൻ അവൻ കാത്തു നിൽക്കും. 3 ദിവസം പലഹാരമില്ലാതെ നിങ്ങൾ പോയി നോക്കി, വൈകുന്നേരം നിങ്ങളുടെ മോനെ വാതിൽപ്പടിയിൽ നിങ്ങൾ കാണൂ. ഭാര്യ നമ്മളെ കാത്തു നിൽക്കുന്നപ്പോഴാ ഗൾഫിൽ നിന്ന് വരുമ്പോ അവൾക്കുള്ള മഴത്തുള്ളിക്കിലുക്കത്തിന്റെ കമ്മലും വാങ്ങിച്ച് സുന്ദരമായിട്ട് മാപ്പിള വരുന്നുണ്ടെന്ന് ഓർത്തിട്ടാണ് അവൾ സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങി കാത്തു നിൽക്കുന്നത്. തലേ ദിവസം വിളിച്ചിട്ട് എന്റെ ഇക്കാമ തീർന്നു, എന്നെ കഫീൽ കയറ്റി വിട്ടു, ഞാനങ്ങ് കയറി വരിക, ബോംബെ വന്നിട്ട് തീവണ്ടി വരാന്ന് പറഞ്ഞാൽ എവരെണ്ണം കാണുവോ? റെയിൽവേ സ്റ്റേഷനിൽ കാണുവോ? ഭാര്യയ്ക്ക് സ്നേഹമുള്ളത് എപ്പോഴാണ്? നമുക്കിതൊക്കെ ഉള്ളപ്പോഴാണ്. അല്ലാന്ന് പറയാൻ പറ്റുമോ? എന്താ നിങ്ങൾ പറയാത്ത? അവരത്രയ്ക്ക് പേടിയാ? എന്താ നിങ്ങൾ ആന്ന് പറയാത്ത? എന്താ അത്രയ്ക്ക് പേടിയാ അവരെ? ബി പി ഉണ്ട് ഇല്ലേ? ബി പി എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ അല്ല, ഭാര്യയെ പേടിയുണ്ടോ? ഇപ്പൊ ബി പി എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ അല്ല, ബി പി, ഭാര്യയെ പേടിയുണ്ടോ? ആരാണെങ്കിലും ശരി, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളും പണം കണ്ട, കാരണം നിങ്ങൾ ഇച്ചിരി സ്വർണം തന്നെ പാവങ്ങളെ കെട്ടിച്ചു കൊടുക്കാൻ. ഭർത്താവിന് നിങ്ങളോട് സ്നേഹമുള്ളത് എപ്പോഴാണ്? സൗന്ദര്യമുള്ളപ്പോ, ആരോഗ്യമുള്ളപ്പോ. ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മാരകമായ പരീക്ഷണമാണ് കടന്നു വരിക. എല്ലാം ജീവിച്ചിന്റെ എല്ലാ നന്മകൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോ, ആവോളം സമ്പത്തുണ്ടായിരിക്കുമ്പോ അതാ മാരകമായ രോഗം വരികയാണ്. അയ്യൂബ് നബിയുടെ ശരീരം മുഴുവനും പഴുത്ത് വിറങ്ങലിക്കുകയാണ്. ഒരാൾക്ക് പോലും കണ്ടിരിക്കാൻ കഴിയാത്ത അവസ്ഥ. ഭാര്യമാർ ഓരോരുത്തരായി കൈയൊടിഞ്ഞു. അയ്യൂബ് നബി ഏകനായി മാറുമ്പോ നാട്ടുകാർ വന്നിട്ട് പറഞ്ഞു, അയ്യൂബേ, നിനക്ക് പകർച്ചവ്യാധി പിടിപെട്ടിരിക്കുകയാണ്. ഈ നാട്ടിൽ താമസിച്ചാൽ ഞങ്ങൾക്ക് രോഗം പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മാറിപ്പോകണേ അയ്യൂബേ. ഇതേവരെ സ്നേഹിച്ച ആളുകൾ മുഴുവനും സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കാൻ വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. എല്ലാ നന്മകളുടെ നടുവിൽ നിന്ന് താഴോട്ട് വീഴുമ്പോ ഒരേ ഒരു ഭാര്യ റഹ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ കൈ പിടിച്ചിട്ട് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം
തന്നെ ആദരിച്ച മനുഷ്യരുടെ നടുവിലൂടെ ഒരാൾ പോലും തിരിഞ്ഞു നോക്കാനില്ലാതെ അയ്യൂബ് നബിയടാ നിബിഡമായ വനത്തിന്റെ നടുവിൽ ഒരു കൊച്ചു കൂരവുണ്ടാക്കിയിട്ട് അതിൽ താമസിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാം കൈനിറച്ചുണ്ടായിട്ട് ഒരു സമയത്തെങ്ങാനും ഇല്ലാതെ പോയാ സഹോദരങ്ങളെ, പണ്ട് മുതൽ ദാരിദ്ര്യമാണെങ്കിൽ പ്രശ്നമില്ല, നേരത്തെ മുതലേ പട്ടിണിയാണെങ്കിൽ പ്രശ്നമില്ല, എല്ലാം കയ്യിൽ നിറഞ്ഞിരുന്നിട്ട് ഒരു സമയത്ത് പെട്ടെന്നെങ്ങാനും തകർന്നു പോയാ അള്ളാന്റെ റസൂൽ പോലും അള്ളാഹുവിനോട് ദുആ ചെയ്തതാണ്, അല്ലാഹുവേ അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവൂലി ആഫിയതിക വഫുജഅതി നിഅമതിക വജമീഇ സഖതിക വന്നാർ. അല്ലാഹുവേ 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 അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക, അല്ലാഹുവേ നിന്നോട് ഞാൻ കാവലിനെ തേടുകയാണ്. മിൻ സവാലി നിഅമതിക, നീ എനിക്ക് തന്ന ആഗ്രഹങ്ങളെങ്ങാനും ഒന്ന് പെട്ടെന്നൊന്ന് മാറിപ്പോകുന്നതിനെ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ കാവലിനെ തേടുകയാണ്. എന്റെ സഹോദരങ്ങളെ ആവർത്തിച്ച് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, അല്ലാഹു തന്നിരിക്കുന്ന അനുഗ്രഹമൊന്ന് നീങ്ങിപ്പോകാതിരിക്കാൻ ഒരൊറ്റ രോഗമൊന്ന് ജീവിതത്തിലോട്ട് കടന്നു വന്നാൽ പോരെ. ഒരു മാരകമായ രോഗമെങ്ങാനും കടന്നു വന്നാ സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോ നഷ്ടപ്പെട്ടു പോകുമ്പോ ഒരിക്കലും റഹ്മാനായ റബ്ബി വിനീതന്റെ കൺമുമ്പിൽ ഒരു വല്ലാത്ത കാഴ്ച കാണിച്ചു തന്നു. ഒരു ദിവസം ഞാൻ എന്റെ ജീവിതത്തിന്റെ എല്ലാ നന്മകളുടെ നടുവിലൂടെ നടക്കുമ്പോഴും ഇപ്പോഴും എനിക്ക് ആ ചരിത്രം മാറിയിട്ടില്ല. പെട്ടെന്ന് ഞാൻ ഓർമ്മയിൽ നിന്നെടുത്തു പറയുകയാ. ഒരു ദിവസം ഞാൻ ജോലി ചെയ്യുന്ന എന്റെ പള്ളിയിലേക്ക് വെള്ളിയാഴ്ച ദിവസമാണ്. രാവിലെ പ്രഭാഷണം കഴിഞ്ഞ് വന്നതിന്റെ വല്ലാത്ത ക്ഷീണം കാരണത്താൽ കിടന്നുറങ്ങിപ്പോയി. ആ സമയത്ത് ജുമയുടെ തിരക്ക് പിടിച്ച സമയത്താണ് എഴുന്നേൽക്കുന്നത്. പെട്ടെന്ന് കുളിച്ച് റെഡിയായി വീടിന്റെ തൊട്ടടുത്തുള്ള പള്ളിയിലോട്ട് കടന്നു ചെല്ലുമ്പോ പള്ളിയുടെ ഗേറ്റ് നടന്നിട്ട് ഞാൻ എന്റെ വാഹനത്തിൽ പോയി ഇറങ്ങുമ്പോ വെള്ളിയാഴ്ച പതിവ് പോലെ ജുമാ മസ്ജിദിന്റെ പടിവാതിക്കല് ധാരാളം യാചകര് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഞാനൊരു ചെറുപ്പക്കാരനായ ഒരു 40-45 വയസ്സുള്ള ഒരു മനുഷ്യനെ കണ്ടു. ഒരു വെള്ള തോർത്തുകൊണ്ട് തന്റെ വലത്തെ കവിളിങ്ങനെ പൊത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യന് എന്നെ കണ്ടതേ വല്ലാത്ത പരിചയഭാവത്തോടെ അയാൾ ഓടി വന്നു. പക്ഷേ ജുമയ്ക്ക് കയറേണ്ട വല്ലാത്ത തിരക്ക് കാരണത്താൽ ഏതാണ്ട് സമയം ജുമയുടെ ബാങ്ക് വിളിക്കേണ്ട സമയമായി. തലേ ദിവസം ദീർഘമായ യാത്ര ചെയ്തതിന്റെ ആലസ്യമുണ്ട്. ആ സമയത്ത് ഞാൻ വാഹനത്തിൽ നിന്നിറങ്ങി എന്റെ റൂമിലോട്ട് കയറുമ്പോ അയാൾ ഓടി വന്നിട്ട് എന്നോട് സലാം പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, ഉസ്താദേ കബീർ ഉസ്താദ് അല്ലേ? ഞാൻ അതേ എന്ന് മറുപടി പറഞ്ഞു. ഉസ്താദിന് എന്നെ പരിചയമുണ്ടോ? പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്തോട്ട് സൂക്ഷിച്ചു നോക്കി. വലത്തെ കവിൾ ഭാഗത്തൊരു വെളുത്ത തോർത്തുകൊണ്ട് അമർത്തി പിടിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാതെ മുഖത്തോട്ട് നോക്കിയപ്പോൾ കവിളല് പോലും ഒട്ടിപ്പിടിച്ചൊരു പ്രാകൃത രൂപമാ. എനിക്ക് അദ്ദേഹത്തെ കണ്ടിട്ടൊരു പരിചയം തോന്നിയില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ പരിചയം തോന്നുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഒന്നുകൂടി സൂക്ഷിച്ചൊന്നു നോക്കൂ ഉസ്താദേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നുപോയി. അല്ലാഹു പുറത്തു തരട്ടെ, ഞാൻ എന്റെ അവിവേകം കൊണ്ട് പറഞ്ഞതായിരിക്കാം. അദ്ദേഹം എന്നോട്, ഞാൻ സാധാരണ ചില പിരിവുകാര് വന്നിട്ട് പിരിവ് വാങ്ങിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു തന്ത്രമെന്നതിന്റെ അപ്പുറമൊന്നും ചിന്തിച്ചില്ല. അദ്ദേഹം എന്നോടൊന്ന് സൂക്ഷിച്ചു നോക്കുസ്താദേ എന്ന് പറഞ്ഞപ്പോ ജുമയ്ക്ക് കയറേണ്ട തിരക്ക് കാരണത്താൽ ഒരു ഖത്തീബിന് തിരക്കുള്ള സമയമാണല്ലോ. എത്ര വലിയ ആളാണെങ്കിലും ചെറിയ ആളാണെങ്കിലും ആ സമയത്ത് എനിക്കൊരു വല്ലാത്ത ദേഷ്യം തോന്നിപ്പോയി മനസ്സിൽ. അല്ലാഹു പുറത്തു തരട്ടെ, എന്റെ അഹങ്കാരം കൊണ്ട് തോന്നിയതായിരിക്കാം. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾ അറിയില്ല, എന്താ കാര്യമെന്ന് പറയാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കൈയൊന്നുമല്ല തട്ടിമാറ്റി മുമ്പോട്ട് നടക്കുമ്പോ ആ മനുഷ്യൻ എന്തോ പിറുപിറുക്കുന്നത് ഞാൻ കേട്ടു. പെട്ടെന്ന് എന്റെ കാലടി അറിയാതെ പാദം അവിടെ തന്നെ ഉറച്ചുപോയി. നേരെ തിരിഞ്ഞ് ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് ചോദിച്ചു, എന്താ നിങ്ങൾ പറഞ്ഞത്? രണ്ടാമതൊന്നുകൂടി ആവർത്തിച്ചില്ല. അയാൾ പറഞ്ഞത് നന്നായിട്ട് വ്യക്തമായിട്ട് ഞാൻ കേട്ടു. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ? അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഞാൻ എന്റെ മനസ്സിന് എനിക്ക് തന്നെ കുറവുള്ളത് കൊണ്ട് പറയുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം എന്താ? അയാൾ ചോദിച്ചു, ഉസ്താദേ ഞാൻ ആരെന്നറിയുമോ? അയാളുടെ പേര് പറഞ്ഞു, അയാൾ താമസിക്കുന്ന നാടും പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്
അയാളുടെ കയ്യിലേക്ക് അറിയാതെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മതപ്രഭാഷണം നടത്താൻ പോയപ്പോ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചതാ. ദുബൈയിൽ നല്ല സുന്ദരമായ ജോലിയിൽ കിടന്ന ചെറുപ്പക്കാരനാ. അള്ളാഹു 3 പെൺമക്കളെയാണ്, ആപ്പിള് പോലെ തോന്നുന്ന 3 പെൺമക്കൾ, വിശാലമായൊരു വീടിന്റെ എല്ലാ സൗകര്യങ്ങളിലും ജീവിച്ച മനുഷ്യന് അയാൾ ആ കോലത്തിൽ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു പോയി, എന്താ പറ്റിയതെന്ന് ചോദിച്ചപ്പോ, ഓ മനുഷ്യനെ ഞാൻ കയ്യിൽ പിടിച്ചു കണ്ട് റൂമിലേക്ക് കൊണ്ടുപോയി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ, എന്റെ അറിവില്ലായ്മ കൊണ്ട് പെട്ടെന്ന് എനിക്ക് നിങ്ങളുടെ രൂപം കണ്ടിട്ട് മനസ്സിലായില്ല. അന്ന് എത്രയോ സൗന്ദര്യമുള്ള ചെറുപ്പക്കാരനാ. എന്റെ കൂടെയുള്ള ഉസ്താദന്മാരോട് ഞാൻ പറഞ്ഞു, ഒരു ഗ്ലാസ് ചായ കൊണ്ടുവന്ന് കൊടുക്കുമോ? ഓ സമയത്ത് അയാൾ പറഞ്ഞു, ഉസ്താദേ എനിക്ക് ചായ വേണ്ട. എന്താ, ഞാൻ പരിചയം കാണിക്കാത്തതിന്റെ പരിഭവമാണോ എന്ന് ചോദിക്കുമ്പോ അയാൾ പറഞ്ഞു, ഉല്ല ഉസ്താദേ, ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ എനിക്ക് വല്ലാത്ത കൊതിയുണ്ട്, പക്ഷെ ഇതേവരെ എനിക്കതിന് സമ്മതിച്ചിട്ടില്ല. 3 വർഷമായിട്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം തൊണ്ടക്കുടിയിലോട്ട് എടുക്കാൻ എനിക്ക് കഴിയില്ല. എന്താന്ന് ചോദിച്ചപ്പോ, ഇത് കണ്ടോന്ന് പറഞ്ഞിട്ട് വലതു ഭാഗത്തേക്ക് തോർത്തുകൊണ്ട് അടച്ചു വെച്ച ആ സഹോദരൻ വലത്തെ കവിളിൽ ചേർത്ത് വെച്ച വെളുത്ത തോർത്തുമുണ്ടങ്ങ് എടുത്തു മാറ്റുമ്പോ, അള്ളാഹു നമുക്ക് ആർക്കും ആ ഗതി വരുത്താതിരിക്കട്ടെ. മോണയിൽ ക്യാൻസർ ബാധിച്ചിട്ടൊരു പപ്പടത്തിന്റെ വലിപ്പത്തിൽ മോണ മുഴുവനെ ഇളകി മാറിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാ ആ വെള്ളം മുഴുവനും മോണയിലെ തുളയിലൂടെ വെളിയിലോട്ട് പോകുന്ന ഒരു മനുഷ്യന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അത് അണ്ണാക്കിലേക്ക് ഇറങ്ങാട് വലത്തെ കവിളിന്റെ ഭാഗത്തുള്ള സുഷിരത്തിലൂടെ വെളുക്കലോട്ട് പോകുന്ന ചെറുപ്പക്കാരനെ കാണുമ്പോ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കടിയില്ല ഉസ്താദേ എന്ന് പറഞ്ഞ് ചികിത്സിച്ച് ദുബൈയിൽ നിന്ന് കയറി വന്നു. ഞാൻ ചോദിച്ചു, എങ്ങനെയാ ഈ രോഗം വന്നത്? ഞാൻ ദുബൈയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ രാവിലെ പല്ല് തേക്കുമ്പോൾ മോണയിൽ ഒരു വല്ലാത്ത വേദന തോന്നി. ഞാൻ വെറുതെയാണെന്ന് കരുതി 2 ദിവസം കഴിഞ്ഞു അസഹ്യമായപ്പോൾ ഹോസ്പിറ്റലിൽ പോയി. മരുന്ന് കഴിഞ്ഞിട്ടും കുറവില്ല. അവരവിടെ നിന്ന് നാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. നാട്ടിലെ ഹോസ്പിറ്റലിൽ നോക്കിയിട്ടും കുറവില്ല. അവസാനം RCCയിൽ ചെല്ലുമ്പോഴാണ് ക്യാൻസർ ആണെന്നറിഞ്ഞത്. എന്റെ കിടപ്പാടം പോലും വിട്ടുപോയി. 3 പെൺമക്കളുമായിട്ട് ഞാൻ ഇന്ന് വഴിയാധാരമായി വാടക തിണ്ണയിൽ കിടക്കുകയാ. ഉസ്താദേ, വാടക കൊടുത്തിട്ട് 3 മാസങ്ങളായി. വാടക കൊടുക്കാനില്ലാതിരിക്കുമ്പോഴാണ് നിങ്ങളുടെ കാര്യം ഓർത്തത്. അതുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ച ദിവസം എനിക്ക് കയറി കിടക്കാൻ 1 മാസത്തെ വാടക കൊടുക്കാൻ ഒരു സഹായം എനിക്ക് ചെയ്തു തരുമോ എന്ന് ചോദിച്ചിട്ട് എന്റെ മുമ്പിൽ വന്ന ചെറുപ്പക്കാരന് അൽഹംദുലില്ലാഹ് എല്ലാ സദസ്സിലും ദുആ ചെയ്ത് ഒരല്പം ശമനമൊക്കെ വന്നിട്ടുണ്ട്. ഒരു 2 സെന്റ് സ്ഥലം വീണ്ടും വാങ്ങിച്ചിട്ട് അവിടെ ഒരു കെട്ടിടത്തിന്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ധാരാളം ആളുകൾ സഹായിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റബ്ബിനോട് ദുആ ചെയ്തോ. എന്റെ പൊന്നു ചെറുപ്പക്കാരാ, എന്തഹങ്കാരത്തോടെയാ റബ്ബിനെ മറന്നിട്ട് നടക്കുക. പൊന്നുമോനെ, ഒരു നിമിഷത്തിലെങ്ങാനും റബ്ബെങ്ങാനും ഒരു തീരുമാനമെടുത്താ നിന്റെ ഈ കാണുന്ന 6 അടി ശരീരമുണ്ടല്ലോ, ആ ശരീരത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു റിമോട്ട് കൺട്രോൾ മസ്തിഷ്കത്തിന്റെ സെറിബ്രല്ലത്തിന്റെ വലതുഭാഗത്തുണ്ട്. വെറും 4 ഗ്രാം തൂക്കമുള്ള ഒരു ഉണക്കമുന്തിരിയുടെ മാത്രം വലിപ്പമുള്ള 4 ഗ്രാം തൂക്കമുള്ള ഒരു കറുത്ത ഉണക്കമുന്തിരിയുടെ വലിപ്പമുള്ള സെറിബ്രല്ലത്തിന്റെ വലതുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഹൈപ്പോതലാമസ് എന്ന് പേരുള്ള ആ ഒരൊറ്റ സാധനമാണ് പൊന്നുമോനെ നിന്റെ ഈ കാണുന്ന ശരീരത്തെ നിയന്ത്രിക്കുന്നത്. അത് പ്രവർത്തിക്കുന്നത് കണ്ടാണ് ഉറങ്ങിക്കിടക്കുന്ന നീ എഴുന്നേൽക്കുന്നത്, നിന്റെ ശരീരം വയർക്കുന്നത്, നിനക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നത്. ആ ഒരു സാധനം എങ്ങാനും 4 ഗ്രാം മാത്രം വലിപ്പമുള്ള ഒരു ഉണക്കമുന്തിരിയുടെ മാത്രം വലിപ്പമുള്ള 4 ഗ്രാം തൂക്കമുള്ള ആ ഒരൊറ്റ സാധനം എങ്ങാനും അതിനെവിടെ എങ്ങാനും ഒരു കേടുവന്ന പൊന്നുമോനെ, ഇന്ന് രാത്രിയിൽ ചുറ്റുമൂലയിലെ വീട്ടിൽ പോയി കിടന്ന രാവിലെ നീ കണ്ണുരാ ചുറ്റുമൂലപ്പള്ളിയുടെ മിനാരത്തിൽ പിന്നെ നിന്റെ പേര് വിളിച്ചു പറയും. 10 മണിക്കാണ് കബറടക്കമെന്നേ പറയുള്ളൂ. ഇത് ഞാൻ പറഞ്ഞത് മനുഷ്യ ശരീരത്തിന്റെ ആയിരക്കണക്കിന് സങ്കീർണതകളിൽപ്പെട്ട ഒരേ ഒരു സങ്കീർണതയാണ് പറയുന്നതെങ്കിൽ അള്ളാഹുവിനോട് തരാനല്ല ചോദിക്കേണ്ടത്. അള്ളാഹുവേ, തന്നത് നീ നിലനിർത്തണേ അല്ലാ.
പടച്ചവനെ നീ ഞങ്ങൾക്ക് നൽകിയ ഈ ആയുസ്, അല്ലാഹുവേ ഈ നൽകിയ ആരോഗ്യം നീ എത്ര നാള് നിലനിർത്തുമെന്നറിയില്ല. ദേശീയപാതയിലൂടെ ചീറിപ്പാഞ്ഞു വരുമ്പോ തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ 7:30 മണിക്കാണ് പ്രഭാഷണം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങുന്നത്. 9:30 മണിക്കാണ് ഞാൻ ചുറ്റുമൂലയിലെത്തുന്നത്. എന്റെ വാഹനം ഓടിക്കുന്ന എന്റെ ഡ്രൈവർ ഷഹബാസ് എന്ന ചെറുപ്പക്കാരൻ അല്ലാഹു ആരോഗ്യവും ആയുസ്സും നൽകട്ടെ. വാഹന സ്പീഡിൽ ദേശീയപാതയിലൂടെ പാഞ്ഞു വരുമ്പോ പലപ്പോഴും ഞാൻ പറഞ്ഞു, പൊന്നുമോനെ സ്പീഡ് കുറയ്ക്കണേ. ദേശീയപാതയിൽ ചിതറിത്തെറിക്കുന്ന മൃതദേഹങ്ങൾ കാണുമ്പോ വാഹനത്തിന്റെ അകത്ത് കടന്നിട്ട് ബയ്യത്ത് പൊതിയാൻ പോലും പടിയാടെ കൈക്കുമ്പിളിൽ കോരിയെടുക്കുന്ന മൃതദേഹം കാണുമ്പോ പടച്ചറബെങ്ങാനും ഒരു നിമിഷമെങ്ങാനും ഒരു തീരുമാനം വന്ന അള്ളാന്റെ തീരുമാനമെങ്ങാനും ഒരു നിമിഷം വന്ന എത്രയോ മൃതദേഹങ്ങളാണ് ദേശീയപാതയിൽ ചിതറിത്തെറിച്ചുമാണ് പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട സമൂഹമേ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എങ്ങോട്ടാ നീ നിന്റെ ഓട്ടം എങ്ങോട്ടാ പോകുന്നത്? പടച്ചറബെങ്ങാനും ഒരു ദിവസമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞ സൂര്യനെ പടച്ചറബ്, ചന്ദ്രനെ പടച്ചറബ്, ആ ചന്ദ്രന്റെ നിഴല് സൂര്യന്റെ നേരെയാക്കിയിട്ട് സൂര്യഗ്രഹണം നടത്തുന്ന റബ്ബ്, ഓ റബ്ബെങ്ങാനും ഒരു ദിവസം ഒന്ന് തീരുമാനിച്ച ജപ്പാനിൽ സുനാമിയുടെ തിരമാല ആഞ്ഞടിപ്പിച്ച തമ്പുരാനില്ലേ, ജപ്പാനിൽ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ സർവ്വ വിദേശക്കാരും ഭൂമിയിൽ നിന്നിറങ്ങി ഓടുകയാ. ഒരൊറ്റ ജപ്പാൻകാരൻ പോലും ജപ്പാന്റെ വീട്ടിൽ നിന്നിറങ്ങിയില്ല. കാരണം എന്താ? അവരതേവരെ വിശ്വസിച്ചിരുന്ന അവരുടെ കെട്ടിടങ്ങൾക്ക് ഭൂകമ്പത്തെ പ്രതിരോധിക്കാനുള്ള ശക്തിയുണ്ടെന്നാണ്. എല്ലാ വിദേശികളും ഇറങ്ങി ഓടുമ്പോഴും തങ്ങൾ കെട്ടിയുണ്ടാക്കി ഈ കെട്ടിടത്തിന്റെ ഉള്ളിൽ തങ്ങൾ സുരക്ഷിതരാണെന്ന് ഓർത്തിയിട്ട് വ്യാമോഹത്തോടെ കടന്നുപോയ ജപ്പാനിലെ മൂക്ക് ചപ്പിയ വെള്ളക്കാരവിടെ ഈ പാട്ടകളെ പോലെ കടലിന്റെ തിരമാലകളിലൂടെ അലഞ്ഞു നടക്കുമ്പോ അള്ളാന്റെ കുതിരത്തിനെ ഓർക്കണേ. അള്ളാഹു ഒരു അനുഗ്രഹം നൽകുന്നതല്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ട പൊന്നു ചെറുപ്പക്കാരാ, നിന്നെ സൃഷ്ടിച്ച റബ്ബ്, നിനക്ക് ഭക്ഷണം നൽകിയ റബ്ബ്, നിനക്ക് ആരോഗ്യം നൽകിയ റബ്ബ്, ആ അള്ളാഹ്ക്ക് വേണ്ടി 5 വക്ത് നിസ്കാരമെങ്കിലും പൊന്നുമോനെ നീ ചെയ്തിട്ടുണ്ടോ? പടച്ചറബിനെതിരെ അഹങ്കാരത്തോടെ നീ നെഞ്ചും വിരിച്ച് നടന്നു പോകുമ്പോ അള്ളാഹു അനുഗ്രഹം നൽകാനല്ല, അള്ളാഹുവേ നൽകിയ അനുഗ്രഹം നീ നിലനിർത്തി തരണയല്ല. ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് ആമീൻ പറഞ്ഞോ. അള്ളാഹുവേ, അള്ളാഹുവേ നൽകിയതല്ല നിലനിർത്തി തരണയല്ല. അള്ളാഹുവേ നിലനിർത്തി തരണേ തമ്പുരാനെ. ഇന്നലെ ഞാൻ ഇതേ സമയത്ത് ആറ്റിങ്ങൽ തൊട്ടടുത്ത് ആലങ്കോട് ജുമാ മസ്ജിദിന്റെ മുമ്പിൽ പ്രഭാഷണം നടത്തുകയാ. ഞാൻ സദക്ക ചോദിച്ചപ്പോൾ ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, സാധുക്കളെ സംരക്ഷിക്കാൻ അവിടുത്തെ 50 ചെറുപ്പക്കാർ കൂടി ടല്ലൻ സാറ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ളൊരു ട്രസ്റ്റ് ഉണ്ടാക്കി. ഞാൻ ചോദിച്ചൊരു പാവപ്പെട്ടവനെ സഹായിക്കാൻ ആരാണുള്ളത്? ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഉസ്താദേ 3 ലക്ഷം രൂപ ഞാൻ തരാം. പറയേണ്ട താമസം അടുത്തിരുന്നാൾ പറഞ്ഞു 2 ലക്ഷം ഞാൻ തരാം. ഒരാൾ പറഞ്ഞു, ഉസ്താദേ എന്റെ തൊട്ടടുത്ത പെങ്ങടെ സഹോദരൻ, പെങ്ങടെ മകൻ, ആ മകൻ RCCയിൽ ക്യാൻസർ ബാധിച്ച് കിടക്കുകയാ, സഫീർ എന്ന ചെറുപ്പക്കാരൻ, അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സ്വർണ്ണക്കട സ്വന്തമായി നടത്തുന്ന അയാൾ നിൽക്കേണ്ട താമസം തലയിൽ തലവേദന പോലെ തോന്നി. കുറച്ചു കഴിഞ്ഞോട് ബോധം കെട്ടു വീണു. നേരെ RCCയുടെ കവാടത്തിലെത്തുമ്പോ ഡോക്ടർമാര് പറയുന്നു ബ്രെയിൻ ട്യൂമറാണ്. മരണത്തിന്റെയും ജീവന്റെയും ഇടയിൽ പിടയുകയാണ് ആ ചെറുപ്പക്കാരന്. മിനിങ്ങാന്ന് ജൂവല്ലറിയിൽ നിന്നിട്ട് പളപളാമിന്നുന്ന സ്വർണം തൂക്കിക്കൊടുത്ത മനുഷ്യന് ഇന്ന് ജീവിതം തന്നെ അവന്റെ മുന്നിൽ ഒരു തുലാഭാരം പോലെ കിടക്കുകയാണ്. സഹോദരങ്ങളെ, തിരുവനന്തപുരം RCCയുടെ കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒരു വാക്ക്, ഈ രോഗം ആർക്കും മന്യമല്ല, ഈ രോഗം ആർക്കും മന്യമല്ല, ഈ രോഗം ആർക്കും മന്യമല്ല. RCCയുടെ കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യണേ. അല്ലാഹുവേ, അല്ലാഹുവേ കരുണക്കടലേ തമ്പുരാനേ, അല്ലാഹുവേ ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. കബ് സേ കടി ഗയാ റബ്ബ് ഉമ്മീദ് കേ സഹാരെ, മേരാ ദിൽ ന ജാനെ മേനെ കിസി തരഹ് സെ പുകാരെ. അല്ലാഹുവേ, അല്ലാഹുവേ എത്ര നാൾ കൊണ്ട് യാചകനെ പോലെ നിന്റെ പടിവാതിലെ കടന്നിട്ട് പരിദേവനങ്ങളും പരാതികളും പരിഭവങ്ങളും പരാധീനതകളും പടച്ച റബ്ബിനോട് പറയുന്നു തമ്പുരാനെ. അല്ലാഹുവേ നീ ഞങ്ങളുടെ ദുആകളെ കേൾക്കണേ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല
തന്ന അനുഗ്രഹങ്ങൾ അള്ളാഹു മരിക്കുന്നത് വരെ നിലനിർത്തി തരട്ടെ. സഹോദരങ്ങളെ, പണ്ട് മുതലേ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എല്ലാത്തിൻ്റെയും നടുവിൽ നിന്നിട്ട് ഒരു നിമിഷം നഷ്ടപ്പെട്ട് മറ്റൊരുവന്റെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥ അള്ളാഹു നമ്മൾ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറയും. മനുഷ്യന്മാരെ, നിങ്ങൾ എത്ര മനുഷ്യന്മാരായത്? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതോ അള്ളാഹ്ക്കും മേലെയാണോ നമ്മൾ? അള്ളാഹ്ക്കും മേലെയാണോ നമ്മൾ? അള്ളാഹ്ക്കും മേലെയാണെന്ന് പറഞ്ഞ ഒരാളെ ഉള്ളൂ. ഫറോവയോട് മൂസയോട് ഫറോവ ചോദിച്ചു, മൂസ നിന്റെ അള്ളയാരാ? മൂസാ നബി പറഞ്ഞു, അല്ലദീ യുനസ്സിലുൽ ഗൈസ, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നവനാണ് എന്റെ അള്ളാഹ്. ഇത് കേട്ട ഫിർഔൻ പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, മൂസ എന്നാലും നിന്റെ അള്ളാഹ്ക്കും മേലെ ഞാനാ. കാരണം മഴ പെയ്യണമെങ്കിൽ ഭൂമി വേണ്ടേ? ഭൂമി ആരുടേതാ? ഭൂമി ആരുടേതാ? എന്റെയാണ്. അനല്ലദീ മുൽക്കു മിസ്റ. അന്ന് പറഞ്ഞ ഒരാളെ ഉള്ളു, അള്ളാഹ്ക്ക് മേലെയാ ഞാൻ. ഏ മൂസ, ആകാശത്തുനിന്ന് മഴ വർഷിക്കണമെങ്കിൽ ഭൂമി വേണ്ടേ മഴത്തുള്ളി വീടാൻ? ഭൂമി ആരുടേതാ? ഭൂമി ആരുടേതാ? അനല്ലദീ മുൽക്കു മിസ്റ. ഇൻഷാ അല്ലാഹ് ഞാൻ വിഷയത്തിലോട്ട് തന്നെ വരാം. പക്ഷെ അതിന്റെ ഇടയിൽ നമ്മുടെ മനസ്സിനൊരു മാറ്റം ഉണ്ടാകണം. ഞാനാണ് മിസ്റിന്റെ അധിപതി, ഞാൻ പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് നൈൽ ഒഴുകണത്. ഞാൻ ഒഴുകണ്ടെന്ന് പറഞ്ഞതെങ്കിൽ നൈൽ അവിടെ തന്നെ നിന്നേനെ എന്ന് പറഞ്ഞു ഫിർഔൻ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ മനുഷ്യന് ഭ്രാന്തായിരുന്നു എന്ന്? ഈ മനുഷ്യന് ഭ്രാന്തായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇയാൾക്ക് അഹങ്കാരമായിരുന്നു. അഹങ്കാരം. എവിടെ അഹങ്കരിച്ചവർ? എനിക്ക് അല്ലാഹും വേണ്ട പടച്ചവനും വേണ്ട, എനിക്ക് തന്നതും കെട്ടിപ്പിടിച്ചോണ്ട് നിന്നോന്ന് വിചാരിച്ച എന്റെ പൊന്നു മോനെ, നീ പട്ടുനൂൽപ്പുഴ ചത്തുപോകുന്നോ ചത്തുപോകേണ്ടി വരും. അള്ളാഹു അങ്ങനെ ഒരു ഗതിയില്ലാതെ അള്ളാഹു കാത്തിരിക്കട്ടെ. ഞാൻ പറഞ്ഞതല്ല, നിങ്ങളുടെ സ്വന്തം സ്വത്ത് തന്നെ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ലല്ലോ. അതിമോഹമാൽ ധനം സംഭരിച്ചാൽ പിന്നെ അവൻ പട്ടുനൂൽപ്പുഴു പോലെ ചാകൽ തന്നെ. അതിമോഹമാൽ ധനം സംഭരിച്ചാൽ പിന്നെ അവൻ പട്ടുനൂൽപ്പുഴു പോലെ ചാകൽ തന്നെ. എല്ലാവരുടെയും ഈ കരുനാഗപ്പള്ളിയുടെ ആത്മീയതയുടെ സ്വത്ത് ബഹുമാനനായ തരവാ ഉസ്താദ് പറഞ്ഞു, വല്ലാത്ത മോഹത്തോടെ സമ്പാദിച്ചു കൂട്ടിയിട്ട് എനിക്കാരും വേണ്ട, റബ്ബും വേണ്ട, ആമീനും വേണ്ടാന്ന് കരുതിയിട്ട് നീ അതിമോഹത്താല് ധനം സംഭരിച്ച പൊന്നുമോനെ, പട്ടുനൂൽപ്പുഴുവിന്റെ ജന്മമാണ് നിനക്ക്. പട്ടുനൂൽപ്പുഴു ചാകേണ്ടതുപോലെ ചാകേണ്ടി വരും. പട്ടുനൂൽപ്പുഴുവിനെ കണ്ടിട്ടില്ലേ? ആ പട്ടുനൂൽപ്പുഴു അതിന്റെ ശരീരത്തിൽ ഇങ്ങനെ വരിഞ്ഞിട്ട് നൂലുണ്ടാക്കും. പട്ടുനൂലുണ്ടാക്കും. ആ നൂല് കണ്ടത് വരിയുന്നത് സ്വന്തം ശരീരത്തിന്റെ മുകളിലൂടെയാണ് വരിയുന്നത്. അവസാനം വരിഞ്ഞിട്ട് നൂല് തീരുമ്പോ പട്ടുനൂൽപ്പുഴു വെളിയിലോട്ട് കടക്കാൻ നോക്കുമ്പോ കടക്കാൻ കഴിയുന്നില്ല. അത് തന്നെ അതിന്റെ സ്വന്തം ശരീരത്തെ വരിഞ്ഞു കെട്ടിയിരിക്കുകയാണ്. അവസാനം വെളിയിലോട്ട് ഇറങ്ങാൻ കഴിയാതെ താൻ തന്നെ സ്വയം കൃതാർത്ഥമായി വരിഞ്ഞുണ്ടാക്കിയ ഇതിന്റെ ഉള്ളിൽ കിടന്നിട്ട് പട്ടുനൂൽപ്പുഴു പെടഞ്ഞ് ചത്തുപോകും. ആ പട്ടുനൂൽപ്പുഴു ചത്ത് കിടന്ന് കഴിയുമ്പോ ആളുകൾ വരുന്നു. അവന്റെ പട്ടുനൂൽ അടിച്ചെടുത്തിട്ട് അവൻ നെയ്ത്തുശാലയിൽ കൊണ്ടുപോയി അതുകൊണ്ട് സുന്ദരമായ പട്ടുവസ്ത്രം മെനഞ്ഞിട്ട് അവൻ ഇട്ടുകൊണ്ട് നടക്കുന്നു. പട്ടുനൂൽപ്പുഴുവാണെങ്കിലോ മണ്ണിൽ പെടഞ്ഞ് മരിക്കുകയാണ്. വേണ്ട സഹോദരങ്ങളെ, വേണ്ട. അള്ളാഹു നമ്മുടെ അനുഗ്രഹം അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അയ്യൂബ് നബി അലൈഹിസ്സലാം പ്രവാചകൻ പോലും ദുആ ചെയ്തു, അല്ലാഹുവേ തന്ന അനുഗ്രഹം നീ തിരിച്ചെടുക്കല്ലേ തമ്പുരാനെ എന്ന്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിതത്തിന്റെ കനത്ത പരീക്ഷണത്തിലേക്ക് പോയി. ഇനിയാണ് തൗഹീദ് പഠിക്കേണ്ടത്. ഞാൻ ഈ തൗഹീദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ 5ാം വേദക്കാരനാക്കിയേക്കല്ലേ, ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ റഹ്മ എന്ന ഒരു ഭാര്യ മാത്രം കൂടെ കൂടി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഭാര്യയെ റഹ്മയെ പോലെ അള്ളാഹു ആക്കട്ടെ. ശരി, ഇവരാരും ആമീൻ പറയാത്ത എന്താ? കാട്ടിൽ പോകുമ്പോഴെങ്കിലും അവളെ കൂടെ വരണ്ടെന്ന് വിചാരിച്ചിട്ട് സൗണ്ട് പോരെ ആർക്ക്? ഈ ദുനിയാവിൽ ആകെ അത് പറഞ്ഞൊരു ഇൻസാൻ നിങ്ങളാണ്. എനിക്ക് സൗണ്ട് ഇല്ലാന്ന്. ലോകത്തെല്ലാവരും അവർക്ക് ആമീന് സൗണ്ട് ഇല്ലാന്ന്. അതിനിപ്പോ ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? 2 വാരികൾ ബ്ലേഡ് വിഴുങ്ങിയാൽ മതി, സൗണ്ടൊക്കെ നന്നായിട്ട് വരും. ഞാനടുത്ത് എനിക്ക് സൗണ്ട് ഇല്ല. നീ ഒരു ഇൻസാനും എന്നോട് പറഞ്ഞിട്ടില്ല. സൗണ്ട് കുറയ്ക്കാൻ എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ. എല്ലാവരും എന്നോട് പറയും, കബീർ ഉസ്താദേ നിങ്ങളുടെ പ്രസംഗം എന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഒന്ന് സൗണ്ട് കുറയ്ക്കണമെന്ന്. ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് സൗണ്ട് കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയണ്ടേ? ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? കേരളത്തിൽ വളരെ സുന്ദരമായിട്ട് ഇസ്ലാമിനെ കുറിച്ച് ഖുർആനെ കുറിച്ച് എഴുതിയ എഴുത്തുകാരനാണ് വാണിദാസ് അളയാവൂർ. അയാളുടെ കൃതി വായിച്ചാൽ സക്കാത്തിനെ കുറിച്ച് അദ്ദേഹം എഴുതുന്ന കണ്ട ഒരു മുസ്ലിം പണ്ഡിതൻ എഴുതുന്നതിനപ്പുറം അയാൾ എഴുതിയിട്ടുണ്ട് വാണിദാസ് അളയാവൂർ.
അപ്പോൾ ഒരു പൊതുസമ്മേളനം ഒരു സദസ്സിൽ വെച്ചിട്ട് അദ്ദേഹം ഖുർആനെ കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ ഇത്രയൊക്കെ ഖുർആനെ കുറിച്ച് ഇസ്ലാമിനെ കുറിച്ച് എഴുതിയിട്ടും നിങ്ങൾ മുസ്ലിം ആവാത്തത് എന്താ? അദ്ദേഹം പറഞ്ഞു, ആവണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. അതുപോലെ എനിക്കും കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ അയ്യൂബ് നബി, നമ്മുടെ സമയം വളരെ കുറച്ച്, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ റഹ്മ എന്ന ഭാര്യ മാത്രം കൂടെ കൂടി. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മ എന്ന ഭാര്യയുടെ കൈ പിടിച്ചു അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിബിഡമായ വനത്തിന്റെ നടുവിൽ ഒരു ചെറിയ കൂരയിൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കിടന്നു. മാരകമായ രോഗമാണ് അയ്യൂബ് നബിക്ക്. ശരീരം മുഴുവൻ ഒരു മുറിവ് വന്നു. ആ മുറിവ് ഭേദമായില്ല, പഴുത്തു. അയ്യൂബ് നബിയുടെ ഹൃദയവും നാവും ഒഴിച്ചിട്ട് ശരീരം മുഴുവനും മുറിവായി എന്നാണ്. ഇത്രയും പേര് തിങ്ങിക്കൂടുന്ന ഒരു സദസ്സിൽ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അയ്യൂബ് നബിക്ക് ഒരു മുറിവ് വന്നു. മുറിവ് വന്നിട്ട് ആ മുറിവ് പിന്നെ ഭേദമായില്ല, വല്ലാതെ പഴുക്കാൻ തുടങ്ങി. ആ പഴുപ്പ് ശരീരം മുഴുവനും വ്യാപിച്ചു. അയ്യൂബ് നബിക്ക് വന്ന രോഗം ഏതായിരിക്കാം? കുഷ്ഠം ഏതായാലും വരില്ല, പ്രവാചകന്മാർക്ക് അത് വരില്ല. അപ്പൊ അയ്യൂബ് നബിക്ക് വന്ന രോഗം ഏതായിരിക്കാം? ലക്ഷണപ്രകാരം ഏതായിരിക്കാം? ഒരു മുറിവ് വന്നു, ആ മുറിവ് പഴുത്തു മുറിവ് പഴുക്കാൻ തുടങ്ങി. മുറിവ് ഷുഗർ. ലോകാരോഗ്യ സംഘടന അത് സൈലന്റ് കില്ലർ എന്ന് പറയുന്ന, നിശബ്ദ കൊലയാളി എന്ന് പേരിട്ട് വിളിക്കുന്ന ഷുഗർ ആയിരിക്കാൻ വന്നത്. എന്റെ അനുമാനമാണ്. ഒരു തഫ്സീറിലുമില്ല, ഒരു വ്യാഖ്യാനത്തിലുമില്ല. ടു ഡൈ എ ബിറ്റ് ഈസ് ഡയബറ്റീസ് നൺ. ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ അതിന് കൊടുക്കുന്ന നിർവചനം തന്നെ ടു ഡൈ എ ബിറ്റ് ഈസ് ഡയബറ്റീസ്, ഇഞ്ചിഞ്ചായി മരിക്കുക. ഒന്ന് തുടങ്ങി, പിന്നെ കാലിലായി, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സൈലന്റ് കില്ലർ എന്നാണ് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതിന് പേരിട്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി ഷുഗറിനെ കുറിച്ചും അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അതിന്റെ നിഗമനം. ഇത് എന്റെ ചിന്തയാണ്. ധാരാളം എന്നേക്കാൾ അറിവുള്ള ധാരാളം പണ്ഡിതന്മാരുണ്ട്, അവർ ഇതിനെ കാര്യത്തിൽ നന്നായിട്ടൊന്ന് പരതട്ടെ. ഞാൻ എൻ്റെ ഒരു ചെറിയ ചിന്തകൾ അങ്ങോട്ട് പറഞ്ഞു എന്ന് മാത്രം. അള്ളാഹു നമ്മുടെ ചിന്തയിൽ അള്ളാഹു നല്ല ചിന്തകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുകൂടി പഠിക്കണമല്ലോ, വെറുതെ വാത് പറഞ്ഞ് മാത്രം നമ്മൾ പോയാൽ പോരല്ലോ. അങ്ങനെ റഹ്മ ബീബി റളിയല്ലാഹു തആല അൻഹ രാവിലെ ഇറങ്ങും, വൈകുന്നേരം വരെ ഏതെങ്കിലും വീടുകളിൽ പോയി അടുക്കള ജോലി ചെയ്ത് റഹ്മ ബീബി റളിയല്ലാഹു തആല അൻഹ വൈകുന്നേരമാകുമ്പോൾ ഒരു ഭക്ഷണവുമായി വരും. അയ്യൂബ് നബി കാത്തിരിക്കുകയാണ്. ആ കാത്തിരുന്ന അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്ത് കഷ്ടതയിൽ കഴിഞ്ഞുകൂടി റഹ്മ ബീബി റളിയല്ലാഹു അൻഹ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കി തരട്ടെ. കഷ്ടപ്പാടുകളിൽ കൂടെ നിൽക്കുന്നവളാണ് ഭാര്യ. ഖുർആനിലെ കുടുംബം എന്നൊരു വിഷയമുണ്ട്, അതിൽ നമുക്ക് പറയാം ഭാര്യ ആരാണ്. ഇൻഷാ അല്ലാഹ് വിഷയം നമ്മൾ പറയും. ഞാൻ ഈ വരുന്ന 21, 22 തീയതികളിൽ, 21 22 ഇവിടെ കാഞ്ഞിപ്പുഴക്കാർ വന്നിട്ടുണ്ട്. 22, 21, 22 ഇൻഷാ അല്ലാഹ് കാഞ്ഞിപ്പുഴയിൽ ഖുർആനിലെ കുടുംബം, അതാണ് വിഷയം. 21, 22 അല്ലേ? അതിൽ നമുക്ക് സംസാരിക്കാം. ഖുർആനിലെ ഭാര്യ, ഖുർആനിലെ വീട്, ഖുർആനിലെ കുടുംബം. കുടുംബം എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം തന്നെ എന്താ? മലയാള ഭാഷയിൽ കുടുംബം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? കൂടുമ്പോൾ